ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ഒരൊറ്റ തെറ്റേ ചെയ്തുള്ളൂ, ഈ ഒരു സിസ്റ്റത്തിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവി ആയിരിക്കെ തന്നെ അദ്ദേഹം അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം ഈ പിണറായി മന്ത്രിസഭ ഇരിക്കുമ്പോൾ തുറന്നു കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കമൊക്കെ നടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ പറയും മുഖ്യമന്ത്രി പിണറായി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നടക്കും. മറുവശത്ത് വീണ ജോർജിനെ നിരന്തരം പഴിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്? എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതിനെതിരെ കൃത്യമായ ഒരു വിമർശനം പോലും ഉന്നയിക്കുന്നില്ല? ഇതിപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിലെ പോലും പല ബയോമെഡിക്കൽ എക്യുപ്മെൻസും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഉണ്ടായിട്ട് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കുറേ കാലം എറണാകുളം ജില്ലാശുപത്രിയിലെ കാത്ത് ലാബ് AC പ്രവർത്തിക്കാത്തതുകൊണ്ട് പ്രവർത്തിച്ചില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇതൊരു സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനകത്ത് തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞെന്താ, ഇതിൻ്റെ DME ആണെങ്കിലും ശരി, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണെങ്കിലും ശരി, ഇത് MBBS പാസ്സായ ഒരാൾ പ്രൊമോഷൻ കിട്ടി വരുന്നൊരു പോസ്റ്റാണ്. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ല, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവിടെയെല്ലാം IAS തലത്തിലുള്ള ആളുകളെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകുകയുള്ളൂ. അതാണ് ഹാരിസ് ആദ്യം പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, ഏറ്റവും വസ്തുനിഷ്ഠമായ കാര്യമാണ്. DMEക്കോ കപ്പാസിറ്റി ഇല്ല, ഡയറക്ടർ കപ്പാസിറ്റി ഇല്ല. അവർക്കെല്ലാം കൊടുക്കുന്നത് കത്തുകളും കൊടുക്കുന്ന ആവശ്യങ്ങളൊക്കെ അവിടെ കെടുക്കുന്നു. കുറേ ഉദ്യോഗസ്ഥന്മാർ അത് പല രീതിയിൽ തള്ളിക്കളയുന്നല്ലാതെ ഡോക്ടർമാർക്ക് ആവശ്യമുള്ള, ഒരു ആശുപത്രികൾക്ക് ആവശ്യമുള്ള ഓരോ ആശുപത്രികളുടെയും, ഞാൻ ചോദിക്കുന്നത്, ഒരു കാർഡിയോളജി സർജൻ ഉള്ള ഒരു ആശുപത്രിയിൽ കാർഡിയാക്ക് മെറ്റീരിയൽസ് കൊടുക്കണ്ടേ സർജറിക്കുള്ള? അവിടെ ന്യൂറോൻ്റെ സാധനം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റുള്ള, ന്യൂറോ സർജനുള്ള ഒരു ആശുപത്രിയിൽ കാർഡിയോളജിൻ്റെ ഈ സർജറിക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ശ്രീ ഹാരിസ് ഇക്കാര്യം പറഞ്ഞത്. ഹാരിസ് ഇക്കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലും നടക്കുന്ന ഇത്തരം ഗതികേടുകളെക്കുറിച്ച് ജനങ്ങൾ വ്യക്തമായി സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്ന് വീണ് ഒരു പാവപ്പെട്ട ഒരു കൂട്ടിയിരിപ്പുകാരെത്തി മരിച്ചത്. അതോടുകൂടി കേരളത്തിൽ ആതുര ശുശ്രൂഷ രംഗം എന്ന് പറയുന്നത് പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു ചീട്ട് കൊട്ടാരമാണ്, ലോകത്തിലെ നമ്പർ 1 ആണ് എന്ന് പറഞ്ഞ പടുത്തുയർത്തിയ ആ ചീട്ട് കൊട്ടാരം തകർന്നു വീഴുകയും ഇത് വെറുതെ ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത്. ആത്യന്തികമായി കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗം സംരക്ഷിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പിടിപ്പുകൊണ്ടാണ് എന്ന് തെളിയിക്കപ്പെട്ടൊരവസ്ഥയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് 1ാം നമ്പറായ കേരളത്തിൽ നിന്നും ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റിനായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ന്യൂയോർക്കിലേക്ക് പോവുകയാണ്, അമേരിക്കയിലെ ആശുപത്രിയിലേക്ക് പോകുന്നു. അപ്പോൾ അതെല്ലാം ജനങ്ങൾ വിലയിരുത്തുകയാണ്. ജനങ്ങൾ വിലയിരുത്തുകടാ, ഇവരെല്ലാം പറഞ്ഞത് കാപട്യമല്ലേ, നമ്മളെ പാവങ്ങളെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ. ലോകത്തിലെ ഏറ്റവും നല്ല പ്രാഥമിക ചികിത്സ കൊടുക്കുന്ന സ്ഥലം ശ്രീലങ്കയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനോട് പോലും അടുത്തു വരാൻ നമുക്ക് കഴിയുന്നില്ല. ഇതുപോലെ ഇയാൾ MCH പാസ്സായി, ന്യൂറോ സർജറിയിൽ MCH ആണ്, HOD ആണ്. അദ്ദേഹം ഒരു ദിവസം 5-10 സർജറികൾ ചെയ്യാൻ തയ്യാറാണ്. അതിനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് സർജറി മാറ്റിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അതിനെതിരെ സർക്കാർ ഒന്നും പറയുന്നില്ലല്ലോ. 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, 10ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഈ ഭരണം എന്ന് പറയുന്നത് ഇത്രയും വർഷം കൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത്? എന്ത് തരത്തിലുള്ള ഒരു ചിന്തയാണ് ജനങ്ങൾ, എന്ത് തരത്തിലുള്ള ഒരു സേവനമാണ് ജനങ്ങൾക്ക് കൊടുത്തത്? ഒരു സേവനം കൊടുത്തിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീധർ ആശുപത്രിയിലും റീജിയണൽ ക്യാൻസർ സെൻ്ററിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രത്തെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന അതേ ശാസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നുള്ളൂ. അത് കോട്ടയം മെഡിക്കൽ കോളേജിലും അതെ. 10 കൊല്ലം കൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെതായ ഒരു മേഖലയും കണ്ടെത്താനോ അവിടെ പുതിയ സർജറികൾ ആരംഭിക്കാനോ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കാനോ റോബോട്ടിക് പോലെയുള്ള പുതിയ മെഷീനറികൾ കൊണ്ടുവരാനോ
അല്ലെങ്കിൽ പുതിയ മെക്കാനിസം ഉണ്ടാക്കുവാനോ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ഇവർ നമ്പർ 1, ഞങ്ങൾ നമ്പർ 1 ആണ്. നമ്പർ 1 ആകുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ജനസാന്ദ്രതയുടെ പേരിൽ ജനങ്ങൾ കൂടുതലായി ആശുപത്രികളെ ആശ്രയിക്കുന്നു. ജനസാന്ദ്രത ഇവിടെ കേരളമായതുകൊണ്ട് ജനങ്ങൾ ജലാശുപത്രിയിലേക്ക് പോകുന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ മറ്റേ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ ആശുപത്രികൾ പുതുക്കി പണിയാനോ വീഴാൻ 265 ആശുപത്രി കെട്ടിടങ്ങൾ, കാലഗണനപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുണ്ട് എന്ന് പറയുന്നു. അവ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിയാൻ തയ്യാറായിട്ടില്ല. ഇതുപോലെ ഒരു ഡെവലപ്മെൻറ്റ് നടത്താതെ, ഒരു മാറ്റവും നടത്താതെ, വാക്കുകൾ കൊണ്ട് കുറേ ചില മിഷൻ, അങ്ങനെ കുറേ മിഷനുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നാമതാണ് എന്ന് പറയുന്ന അപ്പുറത്തം ഒന്നാമതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും ഇവിടെ കഴിയാൻ. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി. അദ്ദേഹമാണ് ആദ്യമായി ഡോക്ടർ ഹാരിസിനെതിരെ, ഹാരിസ് പറഞ്ഞത് ശരിയായില്ല, കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗം നന്നായി പോകുന്ന ആതുര ശുശ്രൂഷ രംഗത്തിൻ്റെ എല്ലാ അവസ്ഥയും തകർത്തുകൊണ്ടുള്ള പ്രസ്താവനയാണ് ഹാരിസ് നടത്തിയിട്ടുള്ളത് എന്ന് ആദ്യം പ്രസ്താവിച്ചത് പിണറായി വിജയനാണ്. ആ പ്രസ്താവനയാണ് കേരളത്തിൽ ശ്രീ ഹാരിസിനെതിരെ ഒരു വെല്ലുവിളി, ഹാരിസിനെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ഹാരിസിനെ കള്ളക്കേസിൽ കൊടുക്കാനോ ഹാരിസിൻ്റെ ഭാവി തകർക്കാനോ ഉള്ള യജ്ഞങ്ങളുമായി ശ്രീമതി വീണ ജോർജ് ഇറങ്ങിത്തിരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ കോളേജ് പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രസ്താവന നടത്തിയത്, കാര്യങ്ങൾ അറിയാതെ. അപ്പോൾ അദ്ദേഹത്തെ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും എന്ത് വില കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് അദ്ദേഹത്തെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഏത് സമയത്തും ഒരു ഒളിയാക്രമണം ശ്രീ ഹാരിസിലൂടെ ഉണ്ടാകും. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം എന്ന കാര്യം തർക്കമില്ല. ഇത്രയും കെടുകാര്യസ്ഥത ഈ ഭരണത്തിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊന്നും ഉന്നയിക്കാത്തത്? വെറുതെ ഒരു മൈൽഡായിട്ട് തലോടി പോകുന്ന ഒരു സമീപനമല്ലേ? ഒരു പക്ഷേ നേരെ തിരിച്ച് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇടതുപക്ഷം ഇവിടെ എന്തെല്ലാം പുകിലുണ്ടാക്കിയേനെ? അല്ല, ശക്തമായി പ്രതിപക്ഷം ഉന്നയിച്ചല്ലോ. മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഉന്നയിച്ചു. എല്ലാ ആശുപത്രികളും മുന്നിൽ ഞങ്ങൾ സമരം നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഞങ്ങൾ ഉയർത്തി കാണിച്ചു. ഇതെന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നത്, പണ്ട് കാലത്ത് പ്രതിഷേധമുണ്ടായാൽ, പ്രതികരണമുണ്ടായാൽ മന്ത്രി പ്രതികരിക്കും, മന്ത്രി രാജിവെക്കും, അല്ലെങ്കിൽ ഇതാരും ഈ നാണമില്ലാത്തവൻ്റെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങളത് മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരാളുടെ മുന്നിൽ എന്ത് സമരത്തിൻ്റെ പ്രസക്തി? ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങളിപ്പോൾ ജനങ്ങൾ ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.